ഇതുകൂടി കഴിക്കുമോളെ. മതി അമ്മ. ഫ്രൂട്ട്സ് കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ. വേണ്ട മതി. ഓറഞ്ച് മതിയായെങ്കിൽ കൊടുക്കണ്ട രതികെ. ദാ ഈ ആപ്പിൾ കൊടുക്ക. ഇതേ ഗർഭിണികൾക്ക് ബെസ്റ്റാ. എന്നാ ആപ്പിള് കഴിക്കാം അല്ലേ മോളെ? അയ്യോ അമ്മ, എനിക്കിപ്പോ ഒന്നും വേണ്ടാഞ്ഞിട്ടാ. നിങ്ങൾ വരുന്നതിന് തൊട്ടു മുമ്പ് അനുചേച്ചി എനിക്ക് ഫ്രൂട്ട്സ് തന്നതേ ഉള്ളൂ. എന്നാ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊടുക്കാൻ ലതികെ. ഇനി നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ ചീരുമോളുടെ അടുത്തുണ്ടാവുക. അച്ഛനും അനുചേച്ചി ഉടനെ വരുമായിരിക്കും അങ്കിളെ. ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോ അവരെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛനും ചേച്ചിയും വന്നാ അമ്മയും അങ്കിളും വീട്ടിലേക്ക് പോയിക്കോ. എനിക്കിപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. എന്തിനാ മോളെ അച്ഛനെ അനുവിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? ഇപ്പൊ അവരെക്കാൾ നിന്നെ നോക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങളുടേതല്ലേ? അതെ, ആർച്ചമോളും ഭദ്രമോളും വീട്ടിലുണ്ടായിരുന്നതുകൊണ്ടാ ആ സമയത്ത് ചീരുവിന്റെ കൂടെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റാതിരുന്നത്. മക്കളെ രഘു അമ്പിളിയും അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയ സ്ഥിതിക്ക് ഇനി നിന്റെ കാര്യം ഞങ്ങൾ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുക. എനിക്ക് അവിടെ വെച്ച് അപകടം പറ്റിയതുകൊണ്ട് അമ്മയ്ക്കും അങ്ങളിനും പേടിയുണ്ടല്ലേ? പേടിയല്ല മോളെ, ഒരു വിഷമം. അതുവരെ ഒരു കുഴപ്പമില്ലാതിരുന്ന നിനക്ക് അവിടെ വന്ന് കേറിയ ദിവസം തന്നെ ഇങ്ങനെ സംഭവിച്ചില്ലേ? അത് ആ വീടിന്റെ ദോഷം കൊണ്ടാണെന്നോ മറ്റോ മോൾക്കോ അച്ഛനോ ഒക്കെ തോന്നിയാലോ? വീടിനല്ല അമ്മേ ദോഷം, അമ്മയുടെ മകനാ. അതെങ്ങനെ അമ്മയോട് പറയണമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞ അതുകൊണ്ടാണോ രഘു അമ്പിളിയും വന്ന് മക്കളെ വിളിച്ചോണ്ട് പോയെന്ന് പോലും ഞങ്ങൾക്ക് തോന്നിപ്പോയി. ഏയ് അതൊന്നും അല്ല അങ്കിള്. എനിക്കെന്തായാലും കുറച്ചു ദിവസം ബെഡ് റെസ്റ്റ് വേണ്ടി വരും. അതിനുവേണ്ടി ഞാൻ എന്റെ വീട്ടിൽ പോയാൽ മക്കളെ മാത്രം അവിടെ നിർത്തേണ്ടി വരില്ലേ? അപ്പോ ഇവിടുന്ന് നേരെ ഡിസ്ചാർജ് ആയ മോള് നേരെ വീട്ടിലേക്ക് പോവാനാണോ തീരുമാനം? അത് ഞങ്ങൾക്ക് വലിയ സങ്കടമായിരിക്കും ചീരു. ബെഡ് റെസ്റ്റ് നമ്മുടെ വീട്ടിലും ആയിക്കൂടെ മോളെ? ഇപ്പൊ നീ അങ്ങോട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ പലരും പലതും പറഞ്ഞുണ്ടാക്കും മോളെ. പണ്ടത്തെ വിനയനെ അറിയാവുന്നവര് അവനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നീ തിരിച്ചു പോയെന്ന് പറയും. കേൾക്കുന്നവരത് വിശ്വസിക്കുകയും ചെയ്യും. മറ്റുള്ളവര് എന്ത് വേണേലും വിചാരിക്കട്ടെ അങ്കിളെ. അത് നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയ ശേഷം ഞാൻ അങ്ങോട്ടേക്ക് തന്നെ വന്ന അവരുടെ സംശയം തീരുമല്ലോ. എന്നാലും മോളെ, ഞങ്ങളുടെ വിഷമത്തെക്കുറിച്ച് മോളൊന്ന് ആലോചിച്ചു നോക്കി. നീയും മക്കളും അവിടേക്ക് തിരിച്ചു വരുന്നത് എത്രമാത്രം സ്വപ്നം കണ്ടവരാ ഞങ്ങളെന്ന് അറിയോ? അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായ ഞങ്ങൾക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാവും. മോൾക്കൊരു കാര്യം ചെയ്യാവോ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഞങ്ങളോടൊപ്പം ഒന്ന് വന്നു നോക്കും മോള്. 2 ദിവസം അവിടെ നിന്നിട്ട് മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾ തന്നെ നിന്നെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടോളാം. അതുപോലെ എനിക്കറിയില്ല അങ്കിളെ. ഞാൻ അച്ഛൻ എന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്തോളാം. അത് മതി. മാഷിനെ കണ്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാവും.